ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. സോ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈം സീരീസ് അനാലിസിസിന്റെ ബാക്കിയുള്ള രണ്ട് മെത്തേഡ്സിനെ കുറിച്ചാണ്. നമുക്കിതിൻ്റെ അകത്ത് പല മെത്തേഡ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. വി ഹാവ് ദ ഗ്രാഫിക് മെത്തേഡ്, വി ഹാവ് ദ മെത്തേഡ് ഓഫ് സെമി ആവറേജ്, വി ഹാവ് ദ മെത്തേഡ് ഓഫ് കർവ് ഫിറ്റിംഗ്, and then we have the method of moving average. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്രാഫിക്കൽ മെത്തേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതേപോലെ സെമി ആവറേജ് മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സെമി ആവറേജ് മെത്തേഡ് എന്ന് പറയുമ്പോഴും നമ്മൾ അവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ശരിക്ക് ഗ്രാഫിക്കൽ പ്ലോട്ടിങ് തന്നെയാണ്. അത് നമ്മൾ ആവറേജ് കണ്ടു കഴിഞ്ഞിട്ട് ഗ്രാഫിക്കൽ പ്ലോട്ടിങ്സിലൂടെയാണ് എങ്ങനെയാണ് ഇത് ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ കർവ് ഫിറ്റിംഗ് മെത്തേഡ്. കർവ് ഫിറ്റിംഗ് മെത്തേഡിന് നമ്മൾ വേറൊരു പേരും പറയാറുണ്ട്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്നും നമ്മൾ കർവ് ഫിറ്റിങ്ങിനെ പറയാറുണ്ട്. അതായത് ഒരു സെറ്റ് ഓഫ് ഡാറ്റയെ നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വെച്ച് പ്ലസ് മാത്തമാറ്റിക്കൽ ഇക്വേഷണൽ ബേസിസിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കർവ് ഫിറ്റിംഗ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്നുള്ളത് കൊണ്ട് ബേസിക്കലി പറയുന്നത്. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെൻഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പലതരത്തിലുള്ള ഡാറ്റ ട്രെൻഡ്സ് കാണും അല്ലെ. സേ ഫോർ എക്സാമ്പിൾ GDPയുടെ ട്രെൻഡ്, അതേപോലെ എംപ്ലോയ്മെന്റിന്റെ ട്രെൻഡ്, മാസീവ് ലെവൽസ് ഓഫ് ട്രെൻഡ്സ് നമുക്ക് ഒറിജിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ട്രെൻഡ്സ് ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നതിനെയാണ് കർവ് ഫിറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ഇതില് ഹയർ ആൻഡ് ഹയർ സ്വാപ്സ് ഓഫ് കമ്പ്യൂട്ടേഷൻസ് ആണ്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ലേമാനെ സംബന്ധിച്ചിടത്തോളം കണ്ടുപിടിക്കുക അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. കാരണം കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ്. മാത്രമല്ല നമുക്കിതൊരു ഗ്രാഫായിട്ട്, നമുക്കറിയാം ഗ്രാഫ്സ് സാധാരണ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാ പറയുന്നത് ഹെക്ടിക് ആണ്. അപ്പൊ നമ്മൾ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് അൾട്ടിമേറ്റ് കെയർ എടുത്തിട്ടില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർ ആയിട്ട് റീസൺ ഔട്ട് ചെയ്യാനായിട്ടും സാധിക്കില്ല. നമ്മളുടെ കാൽക്കുലേഷൻ എപ്പോഴും പെർഫെക്റ്റ് ആവുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം തവണ അത് വീണ്ടും വീണ്ടും നമ്മൾ പ്ലോട്ട് ഔട്ട് ചെയ്യുന്നു. കാരണം ഒരു ഗ്രാഫ് ആവുമ്പം അവിടെ ഇറേഴ്സ് വരാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇറേഴ്സിനെ റെക്ടിഫൈ ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. സോ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ട്രൈ ചെയ്യണം. പക്ഷെ പലപ്പോഴും ഈ കർവ് ഫിറ്റിംഗ് മെത്തേഡ്സിന്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് പോസിബിൾ ആണോ ചോദിച്ചാൽ അങ്ങനെയല്ല. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഇയർ തന്നിട്ടുണ്ട് 41, 42, 43, 44, 45, 46 and 47. ഇനി അതേപോലെ തന്നെ YT എന്ന് പറയുന്ന, അതായത് ഞാൻ പറഞ്ഞു ഇന്നലെ YT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ YT ചെയ്ത YS GDP ആൻഡ് T റെപ്രസെന്റ് ചെയ്യുന്നത് ടൈം പീരീഡിനെയാണ്. സോ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വേരിയബിൾ അറ്റ് എ പെർട്ടിക്കുലർ ടൈം പീരീഡ്, അതിനെയാണ് നമ്മൾ ജനറലി എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒറിജിനേഷൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിന്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. വി ആർ ഗിവൺ 80, 90, 92, 83, 94, 99, 92 ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് കർവ് ഫിറ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാ വെച്ചാൽ ഒരു ഇക്വേഷൻ ഉണ്ട്. YT is equal to A plus BT. Sigma YT is equal to NA plus B sigma T. Sigma TYT is equal to A sigma T plus
B sigma t square. Sigma yt equals Na. Sigma tyt is equal to B sigma t square. So ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി റെപ്രസെന്റേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇനി എല്ലാ വാല്യൂസും കണ്ടുപിടിക്കണം. നമ്മളോട് ചിലപ്പോൾ ചോദിക്കും ഇതിലേതെങ്കിലും ഒന്ന് തന്നിട്ട് ഒന്നെങ്കിൽ ഇത് തന്നിട്ട് യു ഹാവ് ടു ഫൈൻഡ് ഓർ റെപ്രസെന്റ് വാട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് ദാറ്റ്. സോ അത് വളരെ കോംപ്ലക്സ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ഇനി ചെയ്യുന്നത് ആദ്യം ടി കണ്ടുപിടിക്കണം. അപ്പൊ ഞാന് ഇവിടെ ബേസിക് ആയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ വർഷത്തിലേക്ക് പോകുന്ന സമയത്ത് ഏത് വർഷം വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ടി എന്ന് പറഞ്ഞാൽ ഇയർ മൈനസ് ഇവിടെ വർഷമായിട്ട് എടുക്കുന്നത് ഇവിടെ 1, 2, 3, 4, 5, 6, 7. അപ്പം ഇൻ ബിറ്റ്വീൻ വാല്യൂ ആണ്. കാരണം 7 ആവുന്ന സമയത്ത് നമുക്ക് അതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 1, 1, 1, 1, 1, 1. അപ്പൊ ഇവിടെ മിഡിൽ വരുന്നത് 44 ആണ്. 44, അതായത് ഇയർ മൈനസ് 1944. സോ 1941 മൈനസ് 1944, so minus 3. 1942 minus 1944, minus 2. 1943 minus 1944, minus 1. 0, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ടി സ്ക്വയർ കാണുക. 9, 4, 1, 0, 1, 4, 9. അടുത്തത് ടി ഇൻറ്റു YT. minus 240, minus 180, minus 92, 0, 94, then you have 198, 276. ഇനി ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ട്രെൻഡ് വാല്യൂ കാണണം. ട്രെൻഡ് വാല്യൂ കാണാനുള്ള ഫോമാറ്റ് T is equal to 90 plus 2T. ഇതാണ് നമ്മുടെ ട്രെൻഡ് വാല്യൂ. സോ 90 plus 2 into T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -3. So you'll get the value 84. അടുത്തത് 90 plus 2 into -2. So you'll get 86. ഇവിടെ 88, 90, 92, 94, 96. ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ട്രെൻഡ് വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ടോട്ടൽ എടുത്തു. വി ഗോട്ട് ഇറ്റ് ആസ് 630. ടോട്ടൽ എടുത്തു. വി ഗോട്ട് ഇറ്റ് ആസ് 0. ഇതിന്റെ ടോട്ടൽ എടുത്തു 28. ആൻഡ് ഇതിന്റെ ടോട്ടൽ എടുത്തു. വി ഗോട്ട് ഇറ്റ് ആസ് 56. നൗ നമ്മൾ ഇതിന്റെ ആവറേജ് കാണാൻ പോവാം. സോ A is equal to സിഗ്മ YT by N ആണ്. സിഗ്മ YT എത്ര? 630. N എത്രയാ? 1, 2, 3, 4, 5, 6, 7. So you got it as 90. അടുത്തത് B is equal to sigma TYT by sigma T square, that is 56 by 28. Sigma TYT ഇതാ കിട്ടിയിട്ടുണ്ട്. സിഗ്മ T is 0. സിഗ്മ T ആണ് നമ്മളോട് ഇവിടെ, സിഗ്മ T സ്ക്വയർ ആണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. So that's 28. So it is equal to 2. ഇനി നമ്മൾ ഒന്നുമില്ല, ഇക്വേഷനിൽ ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പറയുക സോ ഹിയർ T is equal to 90 plus 2T ആണ് നമ്മളുടെ ഇക്വേഷൻ. And the value of A is equal to 90 and the value of B is equal to 2. And this is your analysis. So ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധാരണ രീതിയിലുള്ള ഒരു ട്രെൻഡ് അനാലിസിസ് അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ളൊരു പോസ്റ്റുലേഷൻസിലേക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഫോമാറ്റ് എന്താ വെച്ചാൽ ട്രെൻഡ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ട്രെൻഡ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ വേരിയബിൾസും, ലെറ്റ് ഇറ്റ് ബി ദ എക്സ് വേരിയബിൾ ഓർ ലെറ്റ് ഇറ്റ് ബി ദ വൈ വേരിയബിൾസ്, ഈ വേരിയബിൾസിനെ കുറിച്ചെല്ലാം വളരെ സ്പഷ്ടവും വളരെ കൃത്യവുമായിട്ടുള്ള
ഒരു കമ്പ്യൂട്ടേഷണൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന സമയത്ത് എന്തിനുള്ള സാധ്യതയില്ല? പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്കെനാരിയോ വരാനുള്ള സാധ്യത അവിടെ ഇല്ല. ഈ ട്രെൻഡ് ഫിറ്റിങ്ങിന്റെ ഒരു ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള മെറിറ്റ്സും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഡിമെറിറ്റ്സും ഉണ്ട്. അപ്പൊ നമ്മൾ മെറിറ്റ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ജഡ്ജ്മെന്റൽ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ബയസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഇവിടെ വരാനുള്ള സാധ്യത ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടുള്ള ടാബുലേഷൻ അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. അതായത് ഒരു മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ എന്താ വെച്ചാൽ ഒരു ഗിവൺ ടൈം പീരീഡിലേക്കുള്ള ട്രെൻഡ് വളരെ കൃത്യമായിട്ട് പോസ്റ്റുലേറ്റ് ചെയ്യാനായി നമുക്കിവിടെ സാധ്യമാകുന്നു. അതേപോലെ നമുക്ക് പ്രഡിക്ഷൻ നടത്താൻ പറ്റും. ഇവിടെ സാധാരണ രീതിയിൽ ഒരു തിയററ്റിക്കൽ പ്രഡിക്ഷൻസ് അല്ല നമ്മൾ നടത്തുന്നത്, മറിച്ച് വളരെ ക്രോണിക് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷനിലൂടെ ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിന്റെ ഫംഗ്ഷൻ ഇങ്ങനെയാണ് എന്നത് പറഞ്ഞ് വളരെ കൃത്യമായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നതും വളരെയധികം സയന്റിഫിക് ആയിരിക്കും. പക്ഷെ ഇതിന്റെ ഡീമെറിറ്റ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ടൈം ടേക്കിംഗ് ആണ്. കാരണം നമുക്കറിയാം ഇപ്പൊ നമ്മൾ മാത്തമാറ്റിക്സിന്റെ ഏരിയയിലേക്ക് തന്നെ റെപ്രസെന്റേഷനിലേക്ക് പോയപ്പോ ഒരുപാട് ടൈം, അതായത് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ തന്നെ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരു പുതിയ ഒബ്സർവേഷൻ ആഡ് ചെയ്താൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടാബുലേഷൻ അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫോർമേഷനിലൂടെ തന്നെ അത് നമുക്ക് പ്രാക്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടാബുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അടുത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത് ഇവിടെ ബേസിക്കലി എന്താണ്, വളരെ ഡിഫിക്കൽട്ട് ആണ്. നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പോസ്റ്റുലേഷൻസിലേക്ക് പോവാനോ അല്ലെങ്കിൽ ഈസി ആയിട്ട് ടാബുലേറ്റ് ചെയ്യാനോ ഇവിടെ പോസിബിൾ അല്ല. അതേപോലെ തന്നെ ട്രെൻഡ് നമുക്ക് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡ്രോ ചെയ്യുക എന്ന് പറയുന്നതും വളരെയധികം ഡിഫിക്കൽട്ട് ആണ്. അതേപോലെ തന്നെ നമുക്ക് പലപ്പോഴും ബിസിനസ് ട്രെൻഡ് പഠിക്കുക അല്ലെങ്കിൽ ബിസിനസ് ഫാക്ടേഴ്സ്, എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് പഠിക്കുക, ഇതൊക്കെ ഇവിടെ വളരെ ഡിഫിക്കൽട്ട് ആണ്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ മൂവിങ് ആവറേജ് മെത്തേഡാണ്. പക്ഷെ മൂവിങ് ആവറേജ് മെത്തേഡ് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ എന്നൊക്കെ പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ നമുക്ക് കാൽക്കുലേഷൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ തിയറി മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അപ്പൊ നമ്മളിവിടെ എന്താണ് നോക്കിയത്, നമ്മളിവിടെ നോക്കിയത് കർവ് ഫിറ്റിംഗ് ആയിരുന്നു. കർവ് ഫിറ്റിങ്ങിനെ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയും. ട്രെൻഡ് ഗ്രാഫിക്കലിയും മാത്തമാറ്റിക്കലിയും റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നമ്മൾ പറയുന്നത് മൂവിങ് ആവറേജ് മെത്തേഡാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മൂവിങ് ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഈ മൂവിങ് ആവറേജ് മെത്തേഡില് നമ്മൾ ജനറലി ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മൂവിങ് ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. ബേസിക്കലി ഫോർകാസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, നമുക്ക് ഇപ്പൊ ഇങ്ങനെയാണ് ട്രെൻഡ് വരുന്നത്, സോ ഇതിന്റെ ബേസിസിൽ നാളെയും ഇങ്ങനെയായിരിക്കും. സോ വി ആർ ഗോയിങ് ഫോർ എ ഫോർകാസ്റ്റിംഗ് പ്രോസസ് ആണ്. അപ്പൊ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ ടൈം സീരീസിനെ ഒരു കമ്പാരിസൺ ഫീച്ചറിലേക്ക് ദിസ് വിൽ ഹാപ്പൻ ഇൻ ദിസ് മാനർ അല്ലെങ്കിൽ ദിസ് ഇസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ് ഇൻ ദിസ് മാനർ എന്നുള്ള രീതിയിൽ ഒരു കമ്പാരിസൺ ആക്ടിവിറ്റിയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അറിത്തമെറ്റിക് മീൻ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൂവിങ് ആവറേജ് മെത്തേഡ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് മീൻ ഉണ്ട്, മീഡിയൻ ഉണ്ട്, മോഡ് ഉണ്ട്. സോ അങ്ങനെ പോകുന്ന സമയത്ത് we are just going for the tabulation of figures based on their arithmetic data. ഈ അറിത്തമെറ്റിക് റെപ്രസെന്റേഷൻ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ആണ് നമ്മളുടെ ടൈം സീരീസിൽ ഉള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ബേസിക്കലി നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻസിലേക്ക് പോകുന്ന സമയത്ത് യു ഹാവ് റിസഷൻ, യു ഹാവ് ഡിപ്രഷൻ,
പീക്ക്, ബൂം, അങ്ങനെ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ട്. സോ ആ സിറ്റുവേഷണൽ ബേസിസ് വെച്ചിട്ട് ഹൗ യു ആർ ടാബുലേറ്റിംഗ് ഇറ്റ്, കാരണം ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രെൻഡ് അറിയാനായിട്ടാണ് ബേസിക്കലി നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ട്രെൻഡിന്റെ ഏരിയയിലേക്ക് വരുമ്പോൾ ബിസിനസ് സൈക്കിളിൽ ഇതിന്റെ അപ്ലിക്കേഷൻ വളരെ വലുതാണ്. കാരണം നമുക്കറിയാം ഒരു എക്കണോമിക് കണ്ടീഷൻ അല്ലെങ്കിൽ എക്കണോമിക് ക്രൈറ്റീരിയയിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള ബിസിനസ് ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള കണ്ടീഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. സോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഫോർമാറ്റ് ചെയ്യുകയും മീഡിയേറ്റ് ചെയ്യുകയുമാണ് അവിടെ ചെയ്യുന്നത്. ഇനി മൂവിങ് ആവറേജ് മെത്തേഡിന്റെ ഫീച്ചേഴ്സിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, ഒന്ന്, നമുക്ക് ബേസിക്കലി ബിസിനസ് സൈക്കിൾ പഠിക്കാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. രണ്ടെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഐറ്റംസ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യാനോ സാധിക്കില്ല. നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് വെച്ചിട്ട് തന്നെയുള്ള മെക്കാനിസത്തിലേക്കേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ആ ഒരു സീരീസിലേക്ക് പുതിയ പുതിയ ഐറ്റംസ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഐറ്റംസ് റെഡ്യൂസ് ചെയ്യാനോ ഉള്ള ഒരു ഓപ്ഷൻ നമുക്കവിടെ ഇല്ല. മൂന്നാമത്, ഇറ്റ് ഇസ് വെരി സിമ്പിൾ ടു കമ്പ്യൂട്ട്. നമുക്കിത് ഒറിജിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അതേപോലെ തന്നെ ദ മെത്തേഡ് ഇസ് നോട്ട് സബ്ജക്റ്റീവ്. ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മെത്തേഡ് ഒന്നുമല്ല. നമുക്ക് ബേസിക്കലി ഈസി ആണെങ്കിലും ഇവിടെ സബ്ജക്റ്റീവ് അല്ല, അതായത് എന്റെ പെർസ്പെക്റ്റീവ് പ്രകാരമൊന്നുമല്ല നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അത് ആക്ച്വലി മാത്തമാറ്റിക്കൽ ഫോർമേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതിന്റെ ലിമിറ്റേഷൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെൻഡ് ഒരു പരിധിക്ക് അപ്പുറം കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ there are certain difficulties. കാരണം നമുക്ക് എപ്പോഴും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. പക്ഷെ എപ്പോഴും നമ്മൾ റെപ്രസെന്റേഷനിലേക്ക് പോകുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ലിമിറ്റ് കഴിഞ്ഞാൽ ഫോർമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് റിയലി ഹെക്ടിക്. അതേപോലെ തന്നെ സെലക്ഷൻ ഓഫ് പീരീഡ്, കൃത്യമായിട്ട് ഒരു വർഷം തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റിയലി ഹെക്ടിക്. കൃത്യമായി പ്ലോട്ട് ചെയ്യുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമ്മുടെ സ്റ്റഡീനെ എക്സ്ട്രീം വാല്യൂസ് ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കാരണം GDPയുടെ ട്രെൻഡില് വേരിയേഷൻസ് വളരെയധികം വരാം. കാരണം നമുക്ക് അറിയില്ല എങ്ങനെയാണ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ എന്നതിനെ കുറിച്ച്. സോ ഈ ട്രെൻഡ് ഫാക്ടേഴ്സ് അവിടെ ഗ്രേറ്റ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് കോസ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇറഗുലർ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ ആണ്. കാരണം മാർക്കറ്റ്സിൽ എപ്പോഴും എന്ത് സംഭവിക്കാം, വൈഡ് സ്പ്രെഡ് ഓഫ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഡിഫറൻസസ് വരാം. സോ ഫ്ലക്ച്വേഷൻസ് എപ്പോഴും നമ്മുടെ മാർക്കറ്റ് കണ്ടീഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. നമുക്കറിയാലേ, അതായത് നമ്മുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ ഡൈനാമിക് ഫാക്ടറാണ്. സോ ഡൈനാമിസം അവിടെ വരുന്നത് കൊണ്ട് എങ്ങനെ വേണമെങ്കിലും ബിസിനസ് ഫ്ലക്ച്വേഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സോ സൈക്ലിക്കൽ ഫാക്ടേഴ്സ്, ദാറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് തിങ്. അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ചിട്ട് ഇതിനെ കമ്പ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നതും എന്താണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കൺസിഡറേഷൻസ് ആണ്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വളരെ ഗവേൺ ചെയ്യുക അല്ലെങ്കിൽ വളരെ പ്രോംപ്റ്റ് ആയി സിസ്റ്റമാറ്റിക് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ ഈ ഒരു ടൈം സീരീസ് അനാലിസിസിന്റെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആണ് ഇൻ ദ ഏരിയ ഓഫ് മൂവിങ് ആവറേജ് മെത്തേഡ്. അപ്പൊ 4 മെത്തേഡ്സ് ആണ് ഉള്ളത്. ആക്ച്വലി മൂവിങ് ആവറേജ് മെത്തേഡ് ചെയ്യാനുണ്ട്, പക്ഷെ നമുക്ക് അത്രയും വലിയ ക്രോണിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ചോദിക്കില്ല. നമ്മളോട് ജസ്റ്റ് ചോദിക്കാൻ പോണത് ഇതിൽ ഏതാണ് ട്രെൻഡ് നോക്കാൻ ഉപയോഗിക്കുന്നത്. കർവ് ഫിറ്റിംഗ് മെത്തേഡിന്റെ വേറൊരു പേര് ഏതാണ്, നടുവില് ഉള്ള പോയിന്റ്സ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വർഷങ്ങൾ തരുന്നു, ആ വർഷങ്ങളിൽ നടുവിലുള്ള പോയിന്റ്സ് നമ്മൾ റിമൂവ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെയുള്ള നൊട്ടേഷൻ ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളിലേക്കായിരിക്കും നമുക്ക് ആക്ച്വലി പോസ്റ്റുലേറ്റ് ചെയ്യേണ്ടത്. സോ അതിന്റെ ബേസിസിൽ ഡാറ്റ സിൻക്രണൈസേഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ അവിടെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് സീസണൽ മെത്തേഡ്സിനെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ചില വേരിയബിൾസ് സീസണൽ ട്രെൻഡ് അനുസരിച്ചിട്ട് മാറാനുള്ള സാധ്യതകൾ ഉണ്ട്.
സീസണൽ ഫാക്ടേഴ്സ് അനുസരിച്ച് വ്യതിയാനങ്ങൾ വരും. സേ ഫോർ എക്സാമ്പിൾ ബിസിനസിന്റെ എഫിഷ്യൻസി. നമുക്കറിയാം, ഇപ്പൊ AC മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ ഭയങ്കര മഴയുള്ള ഒരു സമയമാണെങ്കിൽ ACയുടെ ഡിമാൻഡ് കുറവായിരിക്കും, ആൻഡ് വൈസ് വേഴ്സ. സോ അവിടെ ബിസിനസ് സെക്ടറിന്റെ എഫിഷ്യൻസി പറയേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഇസ് പ്രൊഡക്ഷൻ പ്രോഗ്രാം. പല രീതിയിൽ ഓരോ ഫാക്ടേഴ്സും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്? മന്ത്ലി ആണോ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്? ഡെയിലി ആണോ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്? ഇനി ഓൺ ദ ബേസിസ് ഓഫ് സം വീക്ക്ലി മെഷേഴ്സ് ആണ്. സോ ഇങ്ങനെ ഒരു ടൈം പീരീഡിന്റെ ബേസിസിൽ അല്ലെങ്കിൽ സീസണിന്റെ ബേസിസിൽ നമ്മൾ ജനറലി ടാബുലേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. അതിനെയാണ് സീസണൽ ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ സീസണൽ ട്രെൻഡ് അനാലിസിസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇതിന് 4 തരത്തിലുള്ള മെത്തേഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. So the very first one is the method of simple average. Second one is ratio to trend method. Third one is ratio to moving average. And fourth one is link relative method. So 4 methods ആണ് നമുക്ക് ആക്ച്വലി ഒരു പെർട്ടിക്കുലർ വേരിയബിളിന്റെ സീസണൽ ഫ്ലക്ച്വേഷൻസ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. The very first one is the simple average method. Second one is ratio to trend method. Third one is ratio to moving average method. And the fourth one is link relative method. So method of simple average എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ മന്ത്സ് അതുപോലെ തന്നെ ഇയേഴ്സ് ഇതിനൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മളിവിടെ സീസൺ വൈസ് ടാബുലേഷനിലെ കമ്പാരിസൺ ആണ്. ഓരോ സീസണിലും ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ട്രെൻഡ് എങ്ങനെയാണ്, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ഫീച്ചർ എങ്ങനെയാണ് മുതലായ കാര്യങ്ങൾക്കാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഇതിന്റെ ഒരുപാട് തരത്തിലുള്ള മെറിറ്റ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡാറ്റയ്ക്ക് ഒരു ട്രെൻഡോ അല്ലെങ്കിൽ ഒരു സീസണൽ ഫാക്ടറോ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഡാറ്റയുടെ ഏരിയയിലേക്ക് പോകുമ്പോൾ പലതരത്തിൽ നമുക്ക് ടാബുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ എന്താ വെച്ചാൽ ഹൗ യു ആർ ഗോയിങ് ഫോർ ദ പോസ്റ്റുലേഷൻ. നമ്മളെപ്പോഴും നമ്മളുടെ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ ടാബുലേഷൻ എങ്ങനെയായിരിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ ഡാറ്റയെ നമുക്ക് ടാബുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യും, പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. നമുക്ക് വളരെ സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള വളരെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു വളരെ സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടാബുലേഷൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സോ അതിനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നെന്ന് പറയുന്നത് ഈ ഒരു സിമ്പിൾ ആവറേജ് മെത്തേഡ് ഓഫ് സിമ്പിൾ ആവറേജ് മെത്തേഡാണ്. ഇവിടെ നമ്മൾ ഇറഗുലർ ആയിട്ടുള്ള കമ്പോണൻസിനെ, അതായത് നമ്മളുടെ ഒരു ട്രെൻഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് പലതരത്തിലുള്ള ഫാക്ടേഴ്സ് അത് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമുക്ക് ആ തരത്തിലുള്ള ഫാക്ടേഴ്സ്, ഇറഗുലർ ആയി വരുന്ന കോമ്പോണൻസ്, ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്തേ മതിയാവുള്ളൂ, നമുക്ക് റിമൂവ് ചെയ്തേ മതിയാവുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കൃത്യമായിട്ട് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് റേഷ്യോ ടു ട്രെൻഡ് മെത്തേഡാണ്. റേഷ്യോ ടു ട്രെൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സീസണൽ വേരിയേഷൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ട്രെൻഡ്, ഇപ്പൊ ഓട്ടം സീസണിൽ ട്രെൻഡ് ആണോ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്പ്രിംഗ് സീസണിൽ വരുന്നത്, സോ whether there is any differences between that, എങ്ങനെയാ അതിന്റെ റേഷ്യോ കൂടാണോ ചെയ്തിരിക്കുന്നത്, അതിന്റെ ഡിമാൻഡ് അത് കുറയാണോ ചെയ്തിരിക്കുന്നത്. സോ there is an ample amount of synchronization between the two. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ടാബുലേഷണൽ ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ ബേസിക്കലി പോകുന്നത്. ഇവിടെയാണെങ്കിലും എന്ത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, മന്ത്ലി അല്ലെങ്കിൽ ഒരു സീസൺ വൈസ് റെപ്രസെന്റേഷൻസ് ആണ്
നമ്മളവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സൈക്ലിക്കൽ കോമ്പോണൻസിനെ ഒരു ടൈം പീരീഡ് ഫോമാറ്റിൽ അല്ലെങ്കിൽ ടൈമിന്റെ ബേസിസിലുള്ള സിങ്ക്രണൈസേഷൻ അല്ലെങ്കിൽ ടൈമിന്റെ ബേസിസിലുള്ള കമ്പ്യൂട്ടേഷൻസ് ആണ് നമ്മളിവിടെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് റേഷ്യോ ടു മൂവിങ് ആവറേജ്. റേഷ്യോ ടു മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ച പോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് റൂൾസിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് YTS equal to TT into ST into CT into RT. അതായത് ഒരുപാട് ട്രെൻഡുകൾ ഉപയോഗിക്കണം. അങ്ങനെ നമ്മൾ ട്രെൻഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മളുടെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ AC പ്രൊഡക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ AC പ്രൊഡക്ഷന്റെ ക്ലൈമാറ്റിക് ഫാക്ടർ നമ്മുടെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിന്റെ ലേബർ യൂണിറ്റ്സ് നമ്മളെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനെ പല പല രീതിയിലുള്ള ഫാക്ടേഴ്സ് നമ്മളുടെ സ്റ്റഡീനെ എന്ത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, വിച്ച് മൈറ്റ് ബി ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. സോ ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തേ മതിയാവുള്ളൂ, നമുക്ക് അറ്റയർ ചെയ്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് എന്നതിനെ കുറിച്ച് നമുക്ക് പഠിച്ചേ മതിയാവുള്ളൂ. അപ്പൊ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ഈ ഒരു സ്റ്റഡീനെ റെഗുലർ ഫാക്ടേഴ്സ് മാത്രമല്ല പുറമേ നിന്നുള്ള ഒരുപാട് ഇറഗുലർ കോമ്പോണൻസും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ എന്താ വെച്ചാൽ ഈ ഇറഗുലർ ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് റെഡ്യൂസ് ചെയ്യുക, അതിനെ ഒന്ന് മീഡിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ടുള്ള ഫോമാറ്റില് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇതിന്റെ മെറിറ്റ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ്. നമുക്കറിയാം നമുക്ക് എപ്പോഴും ഒരു ഫ്ലെക്സിബിലിറ്റി എലിമെന്റ് ഇസ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് വളരെയധികം ഫ്ലെക്സിബിൾ ആണ്. കാരണം ഇറഗുലർ ആയിട്ടുള്ള കമ്പോണൻസ് വന്നോട്ടെ, ഇറഗുലർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വന്നോട്ടെ, ഏത് തരത്തിലുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കമ്പോണൻസ് വന്നാലും ഈസി ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ടും അതേപോലെ ഈസി ആയിട്ട് നമുക്ക് ഫോമാറ്റ് ചെയ്യാനായിട്ടും എവിടെ സാധിക്കുന്നു, ഇവിടെ നമുക്ക് സാധിക്കുന്നു. സോ അവിടെ പ്രോബ്ലമാറ്റിക് റെപ്രസെന്റേഷൻ ഇല്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടാബുലേഷൻസിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് കംസ് ലിങ്ക് റിലേറ്റീവ് മെത്തേഡ്. ലിങ്ക് റിലേറ്റീവ് മെത്തേഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ സീസണൽ കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ 2000 അല്ലെങ്കിൽ ഓട്ടം സീസണ് അല്ലെങ്കിൽ നമ്മൾ 2000 അല്ലെങ്കിൽ 2000 സീസൺ ട്രെൻഡിനെ 1999 ട്രെൻഡുമായി കമ്പയർ ചെയ്യാണ്. അതായത് നമ്മൾ സാധാരണ കാണാറുണ്ട് 2000 ഭയങ്കര അധികം ചൂടാണ്, 1999 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2000 ഭയങ്കര ചൂടാണ്. സോ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ വെച്ചിട്ട് പോസ്റ്റുലേറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു ക്ലൈമാറ്റിക് അപ്പിയറൻസ് അല്ലെങ്കിൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വെച്ചിട്ട് സപ്പോസ് വി ആർ ഗോയിങ് ഫോർ ദ ടാബുലേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിങ്ക് റിലേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ലിങ്ക് റിലേറ്റീവ് മെത്തേഡ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. ആൻഡ് ദ ഫോർമുല ഈസ് കറന്റ് മന്ത്സ് ഫിഗർ divided by previous months figure into 100. ഇപ്പൊ നമ്മള് ജനുവരിത്തെ ട്രെൻഡ് അല്ലെങ്കിൽ ഫെബ്രുവരിത്തെ ട്രെൻഡ് ജനുവരിത്തെ ട്രെൻഡ് വെച്ച് കമ്പയർ ചെയ്യാം. സീസൺ എന്ന് പറയുമ്പം ഒരു ഓട്ടം സീസൺ, സ്പ്രിംഗ് സീസൺ, ഇങ്ങനെ സീസൺസ് മാത്രമല്ല അവിടെ ടാബുലേറ്റ് ചെയ്ത് വരുന്നത്. നമുക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, മന്ത്സിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും. ഓരോ മന്തിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓട്ടം സീസണിലെ പോലെ ആയിരിക്കില്ല സ്പ്രിംഗ് സീസണിൽ വരുന്നത്. നല്ല ചൂട് കാലം ഉള്ള അറ്റ്മോസ്ഫിയർ അല്ല മഴക്കാലത്ത് വരുന്നത്. സോ അവിടെയും എന്ത് സംഭവിക്കുന്നുണ്ട്, ഫ്ലക്ച്വേഷൻസ് സംഭവിക്കുന്നുണ്ട്. സോ ആ ഫ്ലക്ച്വേഷൻസിനനുസരിച്ച് മീഡിയേറ്റ് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാബുലേറ്റ് ചെയ്യാനായിട്ട് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മന്ത് വൈസ് അല്ലെങ്കിൽ ഓരോ ഇയർ വൈസ്
നമ്മൾ ടാബുലേഷൻ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ട്രെൻഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫാക്ടറിനാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ ചെയിൻ റിലേറ്റീവ് മെത്തേഡ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ചെയിൻ റിലേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വർഷത്തിനെയും അല്ലെങ്കിൽ ഓരോ മാസത്തിനെയും പ്രീവിയസ് മന്ത് വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് സേ ഫോർ എക്സാമ്പിൾ ചെയിൻ റിലേഷൻ മെത്തേഡ് നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും ചെയിൻ റിലേഷൻ മെത്തേഡ് ഓഫ് എ പെർട്ടിക്കുലർ ഇയർ. സേ ഫോർ എക്സാമ്പിൾ ഫെബ്രുവരി ആണെന്ന് വിചാരിക്കാം. നമുക്ക് ചെയിൻ റിലേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ച് ഫെബ്രുവരിയിലെ ട്രെൻഡ് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചാൽ അത് കണ്ടുപിടിക്കാനായിട്ട് വേറൊന്നുമല്ല, ലിങ്ക് റിലേറ്റീവ് ഓഫ് ഫെബ്രുവരി ഇൻറ്റു ചെയിൻ റിലേറ്റീവ് ഓഫ് ജാനുവരി ബൈ 100. ഇതാണ് ഇതിന്റെ ഫോർമുല. അതായത് നമുക്ക് ചെയിൻ ഓഫ് റെസ്പോൺസ് ആണ് അറിയേണ്ടത്, അല്ലെങ്കിൽ നമുക്കൊരു ട്രെൻഡ് ആണ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ ട്രെൻഡിനെ കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ ട്രെൻഡ് ഫാക്ടറിനെ കുറിച്ചാണ് നമുക്ക് അതേ അറിയേണ്ടതെങ്കിൽ അവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ചെയിൻ റിലേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. സാധാരണ രീതിയിലുള്ള ഒരു ടാബുലേഷനോ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു ഫോർമേഷനോ അല്ല. നമ്മളിവിടെ ട്രെൻഡ് മനസ്സിലാക്കി ആ ട്രെൻഡിനനുസരിച്ചിട്ട് പ്രൊസീഡ് ചെയ്യാണ്. നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ത് തന്നെയാ? ട്രെൻഡ് ആണ് അല്ലെ. ഈ ട്രെൻഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്രൊസീഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധ്യതയും ആണ്. അപ്പൊ ഇതിന് നമുക്ക് ആക്ച്വലി ഡിഫറെന്റ് സോർട്സ് ഓഫ് മെറിറ്റ്സ് ആൻഡ് ഡിഫറെന്റ് സോർട്സ് ഓഫ് ഡിമെറിറ്റ്സ് അവൈലബിൾ ആണ്. സോ ഇതിന്റെ മെറിറ്റ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിങ്ക് റിലേറ്റീവ് മെത്തേഡ് വരുന്ന സമയത്ത് ട്രെൻഡ് എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് ഉണ്ട്, പക്ഷേ കറക്ഷൻസ് നടത്താൻ പറ്റും. അതായത് മറ്റുള്ളതിലൊന്നും തന്നെ സർട്ടൻ വേരിയബിൾസിന്റെ ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ച് ശരിയാക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. പക്ഷേ ലിങ്ക് റിലേറ്റീവ് മെത്തേഡ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻ വരികയാണെങ്കിൽ ആ ഇംപെർഫെക്ഷനെ നമുക്ക് മാത്തമാറ്റിക്കലി തന്നെ കമ്പ്യൂട്ട് ചെയ്യാനും റെക്ടിഫൈ ചെയ്യാനും സാധ്യമാണ്. ഇത് സിമ്പിൾ ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് പലപ്പോഴും എന്തെങ്കിലും ഇറേഴ്സ് വരികയാണെങ്കിൽ ആ ഇറേഴ്സിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. പക്ഷെ ആ ഇറേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് പോസ്റ്റുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ബേസിക്കലി ഒരു ഫോർമുല അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. 12 മാസത്തിനെ നമ്മൾ 6 മാസമായി വെട്ടിച്ചുരുക്കിയിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടേഷൻ വരുന്നത്. അവിടെയും എന്ത് സംഭവിക്കാനുള്ള ഡാറ്റ ഉണ്ട്? ഡിഫിക്കൽട്ടീസ് വരാനുള്ള കാരണമുണ്ട്. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു മാസം വിട്ടുപോവുകയോ അല്ലെങ്കിൽ ആ മാസത്തിന് നമ്മൾ ഏതെങ്കിലും ഈ ഒരു 6 മാസത്തെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് 12 മാസത്തില് 6 മാസത്തെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഒരു മിസ്റെപ്രസെന്റേഷൻ വന്നു, അല്ലെങ്കിൽ അത് കൃത്യമായി നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതും പ്രോബ്ലം ആണ്. അപ്പൊ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വളരെ സിങ്ക്രണൈസ് ചെയ്തിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. ഇനി ഡിമെറിറ്റ്സ്, പക്ഷെ എന്നിരുന്നാലും നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട് ഫോർമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിമെറിറ്റ്സ് എന്താ വെച്ചാൽ ടെക്നിക്കൽ നോ ഹൗ ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് ടെക്നിക്സ് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്, ഇതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് സപ്പോസ് നമുക്ക് അറിയില്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യുക, ഇറ്റ് വിൽ ബി പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ 6 മാസം കമ്പ്യൂട്ടേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 12 മാസത്തിനെ 6 മാസമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും ഈ 6 മാസത്തിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആ സ്പ്ലിറ്റിംഗ് പ്രോസസ്സ് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ആ സ്പ്ലിറ്റിംഗ് പ്രോസസ്സിൽ ഡിഫിക്കൽട്ടി വരികയാണെങ്കിൽ അതും എന്തിന് സാധ്യത ഉണ്ട്? പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്കെനാരിയോസിലേക്ക് ലീഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സിങ്ക്രണൈസേഷൻ അല്ലെങ്കിൽ ടാബുലേഷൻ ആണ്. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാല്
അഡ്ജസ്റ്റ്മെന്റ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ അഡ്ജസ്റ്റഡ് ഫാക്ടർ എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഒരു കമ്പ്യൂട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും നമ്മളുണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോർമുല പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആ മൾട്ടിപ്ലിക്കേഷന്റെ ഫോർമുല തന്നെയാണ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആർ ടി ഇൻറ്റു സി ടി ഇൻറ്റു വൈ ടി ഇൻറ്റു ഇതേ ഫോർമുല വെച്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ്, അതായത് നമ്മൾ ലിങ്ക് റിലേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നതും ഫോർമുലേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് നിങ്ങൾക്ക് ടൈം സീരീസിന്റെ മോഡലിൽ പഠിക്കാനായിട്ട് ഉള്ളത്. നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ സിലബസിന്റെ ഏരിയയിലേക്ക് പോവാല് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ, അതായത് നിങ്ങളുടെ 8ാമത്തെ മൊഡ്യൂളില് ഇൻഡെക്സ് നമ്പർ ഉണ്ട്, അത് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇൻഡെക്സ് നമ്പറിൽ അതിന്റെ ഡെഫിനേഷൻ, അപ്ലിക്കേഷൻ, പ്രൈസ് റിലേറ്റീവ്സ്, ലിങ്ക് ചെയിൻ റിലേറ്റീവ്സ് നമ്മൾ പഠിച്ചു. സിമ്പിൾ അഗ്രിഗേറ്റ് ആൻഡ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്, ലാസ്പിയർ ഫിഷേഴ്സ് അതും കഴിഞ്ഞു. ടൈം ആൻഡ് ഫാക്ടർ റിവേഴ്സൽ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം സീരീസ് അനാലിസിസിലെ തന്നെ കമ്പോണൻസ് ആയിരുന്നു. അതും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഉള്ളത് നമുക്ക് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഈ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏരിയയിൽ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം നമ്മൾ പഠിച്ചു. CSO, NSSO, സെൻസസ്, അതേപോലെ തന്നെ നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ്, മെത്തേഡ്സ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം ആ ഒരു ഏരിയ മൊഡ്യൂൾ 8 കഴിഞ്ഞു. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് മൊഡ്യൂൾ 7 ആണ്. മൊഡ്യൂൾ 7ന്റെ ഏരിയയിലുള്ള ടൈം സീരീസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. ടൈം സീരീസ് അനാലിസിസ്, എക്കണോമിക് ടൈം സീരീസ്, ഡിഫറെന്റ് കമ്പോണൻസ്, അഡിറ്റീവ് മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ, അതാണ് നമ്മൾ ഈ ഇൻറ്റു പിന്നെ അവിടെ പ്ലസ് ഇട്ടത്. ഡിറ്റർമിനേഷൻ ഓഫ് ട്രെൻഡ്, അതിന് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കാം. സീസണൽ ഇൻഡെക്സിന്റെ കൺസ്ട്രക്ഷന് ഏതൊക്കെ മെത്തേഡ്സ്, നമ്മൾ ഈ മെത്തേഡ്സിന്റെ പേരുകൾ മാറിപ്പോകരുത്. കാരണം സീസണൽ ട്രെൻഡിന് ഉപയോഗിക്കുന്ന മെത്തേഡ് വേറെ, ടൈം സീരീസിന് ഉപയോഗിക്കുന്ന മെത്തേഡ് വേറെയാണ്. അപ്പൊ അത് രണ്ടും മാറിപ്പോകരുത്. ചിലപ്പോൾ നിങ്ങളോട് ഏതെങ്കിലും ഒരു നൊട്ടേഷൻ തന്നിട്ട് ഇതിൽ വരാത്തത് ഏതാണ് എന്നുള്ളതായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഇനി നമുക്കുള്ളത് റേറ്റ്സ് ആൻഡ് റേഷ്യോസ് ഓഫ് വൈറ്റൽ ഇവന്റ്സ് ആണ്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ RBIയുടെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതേപോലെ മന്ത്ലി റിവ്യൂസ്, അങ്ങനെ മുതലായിട്ടുള്ള കമ്പോണൻസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ അത് നമുക്ക് എന്ത് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാബുലേഷൻസിലേക്ക് പോകുന്നത്. പിന്നെ അവിടെ നമുക്ക് മോർട്ടാലിറ്റി, ഫെർട്ടിലിറ്റി ഉണ്ട്, അതേപോലെ മെഷർമെന്റ് ഓഫ് മോർട്ടാലിറ്റി റേറ്റ്, ഫെർട്ടിലിറ്റി റേറ്റ് മുതലായ കാര്യങ്ങൾ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ 6th മൊഡ്യൂള് നമ്മൾ ഫുൾ തീർത്തതാണ്. അപ്പൊ നമുക്ക് ഇനി ആക്ച്വലി ഉള്ളത്, അതേപോലെ തന്നെ നിങ്ങൾ 4th മൊഡ്യൂളിന്റെ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബേസിക് പ്രോപ്പർട്ടി ഓഫ് എസ്റ്റിമേറ്റർ, സഫിഷ്യൻസി, UMVUI, മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻസ് ഉണ്ട്. പിന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, എറർ, സിഗ്നിഫിക്കൻസ്, പവർ ഓഫ് എ ടെസ്റ്റ്, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ 2.5 മൊഡ്യൂളും കൂടിയാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇന്ന് നമ്മൾ പഠിച്ച കോമ്പോണന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്കിവിടെ ടാബുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഒരു പോസ്റ്റുലേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ടാബുലേഷനിലേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇവിടെ കമ്പ്യൂട്ടേഷണൽ ആക്ടിവിറ്റി വെക്കുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ റെപ്രസെന്റേഷൻ നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇവിടെ ബേസിക് ആയിട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്, സെമി ആവറേജ് മെത്തേഡ് ഉണ്ട്, കർവ് ഫിറ്റിംഗ് മെത്തേഡ് ഉണ്ട്, മൂവിങ് ആവറേജ് മെത്തേഡ്. അപ്പൊ നമ്മളോട് ചോദിക്കുക, ഇവിടെ നമ്മൾ ഗ്രാഫ് രൂപത്തില് ടാബുലേറ്റ് ചെയ്യുന്നത് ഏത് മെത്തേഡാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ വെരി ഫസ്റ്റ് മെത്തേഡ്, അതായത് നമ്മുടെ ഗ്രാഫിക് മെത്തേഡാണ് അതിന് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് കംസ് സെമി ആവറേജ് മെത്തേഡ്, ആവറേജ് ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ടാബുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് കംസ് കർവ് ഫിറ്റിംഗ് മെത്തേഡ്. കർവ് ഫിറ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയറിനെയാണ് കർവ് ഫിറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ട്രെൻഡ്സ് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടത്തെയും ലക്ഷ്യം. മൂവിങ് ആവറേജ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ഒരു പോസ്റ്റുലേഷൻ ആണ് മൂവിങ് ആവറേജ് മെത്തേഡ്സിലേക്ക് വരുന്നത്. സോ മൂവിങ് ആവറേജ് മെത്തേഡിന്റെ നൊട്ടേഷൻ അല്ലെങ്കിൽ മൂവിങ് ആവറേജ് മെത്തേഡിന്റെ ഒരു കൺസിഡറേഷനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ലെങ്കിൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രെൻഡ് എന്ന് പറയുന്നത്
മൂവിങ് ആവറേജ് റിലേറ്റീവ്സ് ആണ്. അടുത്തത് നമ്മൾ പഠിച്ച സീസണൽ ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. നമുക്ക് ബിസിനസ് സെക്ടറിന്റെ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള സീസണൽ ഫാക്ടേഴ്സും നമ്മുടെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള സീസണൽ കമ്പോണൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്തേ മതിയാവുള്ളൂ. അപ്പൊ അതിനായിട്ട് നമുക്ക് 2 ട്രെൻഡ്സ് ഉണ്ട്, ബിസിനസ് എഫിഷ്യൻസി ആസ് വെൽ ആസ് റിഡക്ഷൻ പ്രോഗ്രാം. സിമ്പിൾ ആണ്. റേഷ്യോ ടു ട്രെൻഡ്, സിമ്പിൾ ആവറേജ് ഉണ്ട്, റേഷ്യോ ടു ട്രെൻഡ്, റേഷ്യോ ടു മൂവിങ് ആവറേജ് ആൻഡ് ലിങ്ക് റിലേറ്റേഴ്സ്. ഇങ്ങനെ 4 മെത്തേഡ്സിന്റെ സഹായത്തോടു കൂടിയാണ് സീസണൽ ട്രെൻഡ് പഠിക്കുന്നത്. RMA ട്രെൻഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് TT into ST into CT into RT ഈ ഫോർമേഷനാണ്. ലിങ്ക് റിലേറ്റീവ് മെത്തേഡ്സ് ആവുന്ന സമയത്ത് നമ്മൾ ഓരോ വർഷത്തിനെയും ബേസിക്കലി ലിങ്കിങ് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ലിങ്കിങ് കമ്പ്യൂട്ടേഷൻസ് വരുന്ന സമയത്ത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സിങ്ക്രണൈസേഷൻസിനാണ് നമ്മൾ അവിടെ വേദി ഒരുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലിങ്ക് റിലേറ്റീവിലേക്ക് പോകുമ്പോൾ ഒരു പെർട്ടിക്കുലർ മന്തിനെ പ്രീവിയസ് മന്ത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അങ്ങനെ നമ്മൾ പ്രീവിയസ് മന്ത് വെച്ചിട്ട് ടാബുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രീവിയസ് മന്ത് വെച്ച് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് എന്താണ് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ട്രെൻഡ് ആണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വാട്ട് ഇസ് എ ട്രെൻഡ് ദാറ്റ് ഇസ് ഗോയിങ് ഓൺ. ആ ട്രെൻഡ് ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ചെയിൻ റിലേറ്റീവ് മെത്തേഡ്സ് നമ്മൾ പലപ്പോഴും കമ്പ്യൂട്ട് ചെയ്യാറുണ്ട്. അതായത് ഒരു മാസത്തിനെ മറ്റൊരു മാസവുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരു മാസവുമായിട്ട് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യാനാണ് ഇവിടെ ഇത് മേക്ക് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫോർമേഷനോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ടാബുലേഷനിലേക്കോ പോവുക എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രാക്ടിക്കലി വളരെ വളരെ ഈസി ആയിട്ടുള്ള നൊട്ടേഷൻ ആയിരിക്കും. അപ്പോ ഇവിടെ ലിങ്ക് റിലേറ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ ചെയിൻ റിലേറ്റീവ് മെത്തേഡ്സിലേക്ക് ഒരു പെർട്ടിക്കുലർ മാസത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് ലിങ്ക് റിലേറ്റീവ് ഓഫ് എ പെർട്ടിക്കുലർ മന്ത് വിച്ച് ഇസ് അറ്റ് പ്രസന്റ് ഇൻടു ദ ചെയിൻ റിലേറ്റീവ് ഓഫ് ദ പ്രീവിയസ് മന്ത് ഡിവൈഡഡ് ബൈ 100 ആണ്. ലിങ്ക് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ട്രെൻഡുകളാണ് എടുക്കുന്നത്. ചെയിൻ റിലേറ്റീവ്സ് ആവുന്ന സമയത്ത് ബോത്ത് ഇന്റേണൽ ഫാക്ടർ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ഫാക്ടർ. ഇപ്പൊ നമ്മളൊരു സ്റ്റഡിയിലേക്ക് പോസ്റ്റുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് പലതരത്തിലുള്ള ഫാക്ടേഴ്സ് നമ്മളുടെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഫാക്ടേഴ്സിനെല്ലാം തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്നത്. സോ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ആ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു കമ്പ്യൂട്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ ജനറലി എന്ത് ചെയ്യുന്നത്? ഫോർമേഷൻസിലേക്ക് പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നൊട്ടേഷൻ ആണ്. ടൈം സീരീസ് അനാലിസിസ് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. ബിക്കോസ് ഇറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ടൈം സീരീസ് അനാലിസിസ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്ത് കളയരുത്. ടൈം സീരീസ് അനാലിസിസിന്റെ ട്രെൻഡ് എങ്ങനെയാണ്, അതിന്റെ മൂവിങ് പ്രപ്പോർഷൻസ് എങ്ങനെയാണ് മുതലായ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യണം?